The cost in the process of raising fund through equity is known as option A financial risk, option B cost of debt, option C flotation cost, option D cost of capital. Answer option D cost of capital. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ്. ഫണ്ട് നേടുന്നതിനുള്ള ചിലവിനെയാണ് സിംപ്ലി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നൽകുന്ന റേറ്റാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The cost of capital of a firm is the minimum rate of return expected by investors. It is the payment for the use of capital. ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റൽ ഫേം യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് എന്താണെന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ കടബാധ്യതകൾ മീറ്റ് ചെയ്യാൻ പര്യാപ്തമല്ലാത്ത റിസ്കിനെ സൂചിപ്പിക്കുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. കമ്പനീസ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഇൻട്രസ്റ്റ് റേറ്റ്സ്, അതുപോലെ ഇക്കണോമിക് കണ്ടീഷൻ തുടങ്ങിയ ഫാക്ടേഴ്സാണ് ഫിനാൻഷ്യൽ റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Financial risk refers to the risk that a company's cash flow will not be sufficient to meet its debt obligations. This risk is influenced by factors such as the company's debt to equity ratio, interest rates, and economic conditions. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി സ്റ്റോക്ക് അല്ലെങ്കിൽ ബോണ്ട് പോലെയുള്ള പുതിയ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. Flotation cost is the cost incurred by a company when it issues new securities such as stock or bonds. This cost include fees paid to underwriters, legal and accounting expenses, and other costs associated with the issuance of securities. ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ഡെപ്റ്റ് ഫിനാൻസിങ്ങിന് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ക്രെഡിറ്റ് യോഗ്യതയും അതുപോലെ മാർക്കറ്റിലെ പലിശ നിരക്കും അനുസരിച്ചാണ് ഇത് നിർണ്ണയിക്കുന്നത്. ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് എ കമ്പനി പേയ്സ് ഓൺ ഇറ്റ്സ് ഡെപ്റ്റ് ഫിനാൻസിങ്. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി ആൻഡ് ദ പ്രിവൈഡിംഗ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. Question. Operating leverage measures the effect of change in dash and operating capacity on EBIT. Options A. Debt capital. Option B. Operating profit. Option C. Sales and option D. Revenue. Answer option C. Sales. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ വരുമാനം വർദ്ധിപ്പിച്ച് ഒരു സ്ഥാപനത്തിനോ പ്രൊജക്റ്റിനോ പ്രവർത്തന വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അളവ് അളക്കുന്ന ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫോർമുലയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫോർമുല ദാറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ടു വിച്ച് എ ഫേം ഓർ പ്രോജക്റ്റ് ക്യാൻ ഇൻക്രീസ് ഓപ്പറേറ്റിംഗ് ഇൻകം ബൈ ഇൻക്രീസിംഗ് റവന്യൂ. It is useful in ascertaining the effect of a change in sales quantity on operating profit. EBIT എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇൻകം ടാക്സിന് മുൻപുള്ള കമ്പനിയുടെ നെറ്റ് ഇൻകമാണ് EBIT എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ വിറ്റഴിഞ്ഞ സാധനങ്ങളുടെ വിലയും അതിൻ്റെ പ്രവർത്തന ചെലവും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് കുറച്ചാണ് EBIT കണക്കാക്കുന്നത്. It is a company's net income before income taxes. It is calculated by subtracting a company's cost of goods sold and its operating expenses from its revenue. Degree of operating leverage. It measures how much a company's operating income changes in response to a change in sales. It helps determining what the impact of any change in sales will be on the company's earnings. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം മെഷർ ചെയ്യുന്നത് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. അതുപോലെ ഇമ്പാക്റ്റ് ഓഫ് എനി ചേഞ്ച് ഇൻ സെയിൽസ് എന്താണ്, ഇമ്പാക്റ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ സെയിൽസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വിൽ ബി ഓൺ ദി കമ്പനീസ് ഏർണിംഗ്. ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമിനിങ് വാട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് എനി ചേഞ്ച് ഇൻ സെയിൽസ്
will be on the company's earnings.